നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? ആദ്യം 2 ഗ്ലാസ് പച്ചരി എടുക്കുക കേട്ടോ. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടേക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു 3-4 പാളയം കുടമ്പഴം എടുക്കുക. അതൊന്ന് തൊലി കളഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക. റെസിപ്പിയിൽ സോഡയും മൈദയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതിനായിട്ട് പാളയം കുടമ്പഴം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ള മധുരം അനുസരിച്ച് ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കുക. അതൊന്ന് അരിച്ച് ജാറിലേക്ക് ഒഴിച്ചു ഒന്ന് അരയ്ക്കുക. പിന്നെ ഒരു 5-6 ഏലക്കയും കൂടെ ഇട്ടു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കും. നൈസായിട്ട് അരയണ്ട കേട്ടോ. മാവ് ഓവർനൈറ്റ് വെച്ച് പൊങ്ങി വന്നതിന് ശേഷം നെയ്യിലോട്ട് എള്ളും നാളികേരക്കൊത്തോ നാളികേരം ചിരകിയതോ ഒന്ന് വഴറ്റിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മാവിലേക്ക് അഡീഷണൽ നെയ്യ് ആഡ് ചെയ്യുക. ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടാവണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ഡ്രോപ്പ് അതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുക കേട്ടോ മാവ്. അപ്പോൾ നമുക്ക് അത് പൊങ്ങി വരുമ്പോൾ കാണാം ആയിട്ടുണ്ടോ പാകം എന്നുള്ളത് അറിയാൻ പറ്റേ. എണ്ണയുടെ ചൂടറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു കയ്യിലെടുത്തിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടോ കുറച്ച് മാവ് ഓരോ ഇതിലേക്ക് മുഴുവനാക്കി ഒഴിക്കരുത്, ഒരു പകുതി ഭാഗമാക്കി ഒഴിക്കുക. എല്ലാ കുഴിയിലേക്കും നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ. എപ്പോഴും മീഡിയം ഫ്ലെയിമിലാക്കിയിരുന്നേ. ചൂടായി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എല്ലാ സൈഡും. മാറി വരുമ്പോൾ പാകം നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ട്രഡീഷണൽ രീതിയായ കാരണം ഞാൻ ഇതിനകത്ത് സോഡയോ മൈദയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഈ പറയുന്ന മൈദയോ ആയാലും സോഡ ആയാലും ഒന്നും വയറിന് പറ്റില്ല കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പഴം വെച്ചിട്ടുണ്ടാക്കുന്നത്. നമുക്കിവിടെ പഴം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. വല്ലപ്പോൾ കിട്ടുമ്പോഴാണ് ഈ രീതിക്ക് ഉണ്ടാക്കി വെക്കുന്നത്. എനിക്ക് എപ്പോഴും ട്രഡീഷണൽ ഉണ്ണിയപ്പാണ് കേട്ടോ ഇഷ്ടം. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. പിന്നെ ഇത് അധികം ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ എല്ലാവരും. വളരെ എളുപ്പമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സോഡയും ഇതൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ. മൈദയൊന്നും അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാട്ടോ. എനിക്ക് പൊതുവെ ഇഷ്ടമല്ല, അതാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ട്രഡീഷണൽ രീതിയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. എന്തായാലും സോഫ്റ്റ് ഉണ്ണിയപ്പം തന്നെയായിരിക്കും കേട്ടോ. ഉണ്ടാക്കി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.